നന്ദി ശ്രീമതി റാണി ജോർജ് IAS അവർകൾ. മികച്ച നേതൃപാടവത്തോടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമ്മെ നയിച്ച സാംസ്കാരിക കേരളത്തിന്റെ അഭിമാനമായ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ നിയമ സാംസ്കാരിക പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ AK ബാലൻ അവർകളെ അധ്യക്ഷ ഭാഷണത്തിനായി ആദരവോടെ ക്ഷണിക്കുന്നു. കേരളത്തിൻ്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ, പ്രിയപ്പെട്ട മുഖ്യ അതിഥി ടൂറിസം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ബഹുമാനപ്പെട്ട ശ്രീ K ശ്രീകുമാർ, മേയർ തിരുവനന്തപുരം നഗരസഭ, പ്രിയപ്പെട്ട MLA ശ്രീ VS ശിവകുമാർ, ശ്രീ VK പ്രശാന്ത് MLA, ശ്രീ O രാജഗോപാലൻ MLA, സ്വാമി ശുഭാംഗാനന്ദ സെക്രട്ടറി, ശ്രീനാരായണ ഗുരുകുലം ചമ്പഴന്തി, നേമം പുഷ്പരാജ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീമതി റാണി ജോർജ് IAS സെക്രട്ടറി സാംസ്കാരിക വകുപ്പ്, പ്രിയപ്പെട്ട MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, COVID-19 കാലഘട്ടത്തിൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ഒരു ചെറിയ നിയന്ത്രിത സദസ്സാണ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ പ്രധാനിയായ യുഗപ്രഭാവനായ ഗുരുദേവൻ്റെ പ്രതിമ സംസ്ഥാന സർക്കാരിൻ്റെ വകയായി ഇതുവരെ തലസ്ഥാനത്ത് സ്ഥാപിച്ചിരുന്നില്ല എന്നത് വിചിത്രമായ ഒരു അറിവായിരുന്നു. ആ കുറവ് പരിഹരിക്കുന്നതിനാണ് ഗുരുദേവൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഈ പ്രതിമ ഇന്ന് ആരാധ്യനായ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തത്. കേരളത്തിലെ നവോത്ഥാന മണ്ഡലത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മഹത് വ്യക്തികളുടെ ഓർമ്മക്കായി എല്ലാ ജില്ലകളിലും സ്മാരകങ്ങൾ നിർമ്മിക്കുന്ന നടപടികൾ ഗവൺമെൻറ് ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മാരകമായി ഒരു സാംസ്കാരിക സമുച്ചയം 55 കോടി രൂപ ചെലവിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മുൻ ഗവർണർ ജസ്റ്റിസ് P സദാശിവമായിരുന്നു അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചത്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം രാംനാഥ് കോവിന്ദ് കേരളം സന്ദർശിച്ച അവസരത്തിൽ ഗുരുസന്ദേശം പ്രാദേശികമായോ സാമുദായികമായോ മാത്രം ആചരിക്കേണ്ടതല്ല എന്നും സമൂഹത്തിൻ്റെ ഉടമസ്ഥതയിൽ സ്മാരകമുണ്ടാകണം എന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ തന്നെ പ്രസിഡൻറ്റിന് ഉറപ്പ് കൊടുത്ത ഒരു സംരംഭമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത്. 93ാമത് ഗുരു സമാധി ദിനത്തിന് അത് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത് ഒരു ചരിത്ര സംഭവമായിരുന്നു. അകക്കണ്ണിൽ വെളിച്ചം പകരുന്നതിന് വേണ്ടിയായിരുന്നു വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത്. അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു കെടാവിളക്ക് പ്രതിഷ്ഠിച്ചത്. ഇത്രയൊക്കെ ആയിട്ടും സമുദായ മേലധ്യക്ഷന്മാരുടെ മനസ്സിൽ നിന്നും ജാതിബോധം ഒഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഗുരു 1916 ജാതിയില്ല വിളംബരം പ്രസിദ്ധം ചെയ്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആ വിളംബരത്തിൻ്റെ പ്രസക്തി ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ടാണ് ഒരു വർഷം നീണ്ടുനിന്ന പരിപാടി സാംസ്കാരിക വകുപ്പ് ആചരിച്ചത്. 6500ഓളം വരുന്ന ലൈബ്രറികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും സാംസ്കാരിക സ്ഥാപനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും 8,50,000-ഓളം ജനങ്ങളിൽ ഗുരുസന്ദേശം ആ വിളംബരത്തിൻ്റെ ഭാഗമായി ജനങ്ങളിലെത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു പറയാവുന്ന ഒരു നേട്ടമാണ്. എന്നിട്ടും ചില വർഗക്കാർ അദ്ദേഹത്തെ ഒരു പ്രത്യേക ജാതിയുടെ മാത്രം നേതാവായിട്ടാണ് കരുതുന്നത്. സർക്കാരിൻ്റെ നിലപാടതല്ല.
സതീർത്ഥ്യരും സമശീർഷരും സഹയാത്രികരുമായിരുന്ന ചട്ടമ്പി സ്വാമിയെയും ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും എല്ലാം ഓരോ ജാതിക്കാർ ഏറ്റെടുത്ത് അതാത് ജാതിക്കാർ ദിനാചരണങ്ങൾ നടത്തി വരികയാണ്. ശ്രീനാരായണ ഗുരുവിനാകട്ടെ വിഗ്രഹമായി പ്രതിഷ്ഠിച്ച് ആരാധനയും തുടങ്ങിക്കഴിഞ്ഞു. വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ 1922 ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു: ഞാൻ ലോകത്തിൻ്റെ പല എന്നാൽ ആത്മീയമായി ശ്രീനാരായണ ഗുരുവിനോളം വന്നതിന് ശേഷം ശ്രദ്ധിക്കപ്പെടുന്ന ഒട്ടേറെ പദ്ധതികൾക്ക് രൂപം കൊടുത്തത്. ജാതി മാതൃകാ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചത്. ഗുരുവിൻ്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ നവോത്ഥാന നായകന്മാരുടെയും ജന്മദിനവും ചരമദിനവും സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആചരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് കൂടി ഗവൺമെൻറ് ആലോചിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നിരവധി സ്ഥാപനങ്ങൾ, എല്ലാ സ്ഥാപനത്തെ സംബന്ധിച്ചും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നവോത്ഥാന മൂല്യങ്ങളെ വീണ്ടെടുക്കാനും വളർത്താനും ഇത്തരമൊരു നടപടിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു. വിശ്വമാനവികതയുടെ സന്ദേശമായ ജാതിയില്ലാ വിളംബരം ഉയർത്തിപ്പിടിക്കാനും പരിപോഷിപ്പിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതിൻ്റെ ഭാഗമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ ഇന്നിവിടെ അനാച്ഛാദനം നൽകുന്നത്. സമാധിയോട് അനുബന്ധിച്ച് 73ാമത്തെ വയസ്സിലാണ് ഗുരു നമ്മെ വിട്ടുപിരിഞ്ഞത്. അതിൻ്റെ 93ാമത് സമാധി ദിനത്തോടനുബന്ധിച്ച് ഇന്നിവിടെ രൂപപ്പെടുത്തിയിട്ടുള്ള ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുന്നതിന്, ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കും. മഹാപ്രളയത്തിലും മഹാമാരിയും സംസ്കാര കേരളത്തെ നെഞ്ചോട് ചേർത്ത ശ്രീ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നന്ദി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതാണ്. സഹോദരി സഹോദരന്മാരെ, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ നമ്മുടെ തലസ്ഥാന നഗരിയിൽ, അതും ഗുരുവിൻ്റെ സമാധി ദിനത്തിൽ തന്നെ അനാച്ഛാദനം ചെയ്യാൻ കഴിഞ്ഞതിൽ നാം എല്ലാം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുകയാണ്. ആ സന്തോഷത്തിൽ, അഭിമാനത്തിൽ പങ്കുചേർന്നുകൊണ്ട് അനാച്ഛാദനം ഔപചാരികമായി നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കട്ടെ. ഗുരുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ നമുക്ക് ജാതിയില്ലാ വിളംബരത്തിൻ്റെ ശതാബ്ദി സ്മാരകമായാണ് ഇവിടെ ഗുരുപ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ജ്ഞാനതപസ്വിയുടെ പ്രശാന്തഭാവത്തിലുള്ള ഗുരുവിനെയാണ് നാം ഇവിടെ കാണുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തെ തന്നെ പുരോഗമനപരമായി വഴിതിരിച്ചു വിട്ട ആചാര്യനാണ് ഗുരു. നമ്മുടെ ജനജീവിതം മനുഷ്യ സമൂഹത്തിന് നിരക്കുണ്ടാക്കി പരിവർത്തിപ്പിച്ചെടുക്കുന്നതിൽ നടുനായകത്വം വഹിച്ച മഹനീയ വ്യക്തിത്വമാണ് ഗുരുവിൻ്റേത്. എന്നാൽ ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കേരള സർക്കാരിൻ്റേതായി ഗുരുവിൻ്റെ ഒരു പ്രതിമ എവിടെയും ഉയർന്നു വന്നിട്ടില്ല. ഇത് വലിയൊരു പോരായ്മയാണ്. ഗുരുസ്മരണയോടുള്ള കൃതജ്ഞതയാണ്. ഈ തിരിച്ചറിവോടെയാണ് തലസ്ഥാന നഗരത്തിൽ തന്നെ
ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്ന കേന്ദ്രത്തിൽ തന്നെ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന് സർക്കാർ നിശ്ചയിച്ചത്. അത് ഇന്ന് പ്രാവർത്തികമായിരിക്കുകയാണ്. ഗുരുവിനുള്ള ഏറ്റവും വലിയ സ്മാരകം ഗുരുവിൻ്റെ മഹത്തായ സന്ദേശങ്ങൾ തന്നെയാണ്. ഗുരുവിനോടുള്ള ഏറ്റവും വലിയ ആദരാഞ്ജലി ആ സന്ദേശങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് തന്നെയാണ്. ഇത് സർക്കാരിനറിയാം. എന്നാൽ അതൊക്കെ അമൂർത്തമായ സ്മാരകങ്ങളാണ്. അമൂർത്തമായ സ്മാരകങ്ങൾക്കൊപ്പം മൂർത്തമായ സ്മാരകങ്ങൾക്കും പ്രസക്തിയുണ്ട്. പ്രതിമ മൂർത്തമായ ഒരു സ്മാരകമാണ്. ഈ ലോകത്ത് പുതുതായി കടന്നു വരുന്ന തലമുറകളും ഇവിടേക്ക് വിദേശങ്ങളിൽ നിന്ന് എത്തുന്നവരും ഈ പ്രതിമ കാണും. വിദേശത്ത് നിന്നെത്തുന്നവർ പ്രത്യേകിച്ചും അന്വേഷിക്കും, ഇത് ആരുടേതാണ്, എന്താണ് അദ്ദേഹം ചെയ്തത്. സാർവദേശീയവും സാർവകാലികവുമായ പ്രസക്തിയുള്ള ഗുരു സന്ദേശങ്ങളിലേക്ക് പ്രതിമ പുതിയ തലമുറകളെ ആകർഷിക്കും, ഒപ്പം വിദേശികളെയും ആകർഷിക്കും. ആ മഹത് സന്ദേശങ്ങൾ പുതുതലമുറ ഉൾക്കൊള്ളുമ്പോൾ ഗുരു തന്നെ പറഞ്ഞ പോലെ നരനും നരനും തമ്മിൽ സാഹോദര്യമുദിക്കുന്ന ഒരു പൊതുസമൂഹം പിറക്കും. ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാത്തതും എല്ലാവരും പരസ്പരം സഹോദരങ്ങളായി കാണുന്നതുമായ മനുഷ്യരുടെ സമൂഹം. ആ സമൂഹത്തിൻ്റെ പിറവിക്ക് വേണ്ടിയാണല്ലോ ജീവിതകാലത്തുടനീളം ഗുരു അവിശ്രമം പോരാടിയത്. ഗുരു പോയി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ സങ്കല്പത്തിലെ സമൂഹം പൂർണ്ണമായ അർത്ഥത്തിൽ സാധ്യമാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. സാധ്യമായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അത് സാധ്യമാക്കാനുള്ള എല്ലാ വഴികളും ആരായാൻ നാം ബാധ്യസ്ഥരാകുന്നു. ഗുരു സന്ദേശം സമൂഹത്തിൽ പകർത്തുക, ഗുരുവിലേക്ക് കൂടുതൽ കൂടുതൽ ജനവിഭാഗങ്ങളെ ആകർഷിക്കുക, അതൊക്കെ നാം ചെയ്യേണ്ടതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് പുതിയ കാലത്ത് വലിയ പ്രസക്തി ഉണ്ടാവുന്നത്. ഗുരുവിൻ്റെ സന്ദേശത്തിന് പുതിയ കാലമെന്നോ പഴയ കാലമെന്നോ ഉള്ള വേർതിരിവില്ല. എല്ലാ കാലത്തിനും എല്ലാ ലോകത്തിനും ബാധകമായ സാർവജനീന പ്രസക്തിയുള്ള മൂല്യങ്ങളാണ് ആ സന്ദേശത്തിൽ നിന്ന് പ്രസരിക്കുന്നത്. എല്ലാവരും ആത്മസഹോദരനല്ലേ പറയേണ്ടത് ഓർക്കുവിൽ നാം എന്നാണ് ഗുരു പാടിയത്. എല്ലാവരും ആത്മസഹോദരരാണെന്ന ചിന്ത ലോകസമൂഹത്തിലാകെ പകർത്താൻ കഴിഞ്ഞാൽ വർഗീയതയുടെ മുതൽ വംശീയതയുടെ വരെ അടിസ്ഥാനത്തിലുള്ള വിദ്വേഷങ്ങളും കലാപങ്ങളും നരമേധങ്ങളും ലോകത്ത് ഉണ്ടാവുമോ? ഗാസയിൽ മുതൽ അഫ്ഗാനിസ്ഥാനിൽ വരെ നാം ഇന്ന് കാണുന്നത് വംശീയതയുടെ പേരിലുള്ള കുരുതികളല്ലേ? ഗുരുവിൻ്റെ സന്ദേശം അവിടങ്ങളിലൊക്കെ എത്തിയാൽ മനസ്സുകളിൽ നിന്നും വിദ്വേഷം കുടിയിറങ്ങില്ലേ? സ്നേഹവും സാഹോദര്യവും മനസ്സുകളിൽ തെളിഞ്ഞു കത്തില്ലേ? ഇതുകൊണ്ടാണ് ഗുരു സന്ദേശത്തിന് സാർവദേശീയ പ്രസക്തിയുണ്ട് എന്ന് പറയുന്നത്. അനാചാരങ്ങളും ദുരാചാരങ്ങളും അകറ്റിക്കളഞ്ഞ് സമൂഹത്തെ ശുദ്ധീകരിക്കാനാണ് ഗുരു ഇടപെട്ടത്. ആ അനാചാരങ്ങളും ദുരാചാരങ്ങളും മടങ്ങി വരുന്നത് ഗൗരവമായി നാം കാണുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് ബ്രാഹ്മണർ ആഹാരം കഴിച്ച് ഉപേക്ഷിച്ചു പോയ എച്ചിലിലകൾക്ക് മേൽ ഉരുളണം എന്ന ആചാരം നിലനിൽക്കുന്നു. ഉയർന്നതെന്ന് കരുതപ്പെടുന്ന ജാതിക്കാർക്കും താഴ്ന്നതെന്ന് മുദ്രയടിക്കപ്പെട്ട ജാതിക്കാർക്കുമിടയിൽ മതിൽ പണിത് പൊതുവഴിയിലേക്കുള്ള പ്രവേശം
മറ്റൊരിടത്ത് നിഷേധിക്കുന്നു. മൂന്നാം സഹസ്രാബ്ദ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് ചില ഭാഗങ്ങളിൽ ഇതെല്ലാം നടക്കുന്നത്. കാലം മാറിയിട്ടും ദുരാചാരങ്ങൾ മാറ്റമില്ലാതെ തുടരുന്നു. ഇവയെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെയാണ് ഗുരു സന്ദേശങ്ങൾക്ക് സാർവലൗകിക പ്രസക്തിയുണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഒറ്റപ്പെട്ട തോതിലാണെങ്കിലും മന്ത്രവാദങ്ങൾ മുതൽ സ്ത്രീവിരുദ്ധ വിവേചനം വരെ നടക്കുന്നില്ലേ? അവയൊക്കെ പ്രകീർത്തിക്കാൻ ഇവിടെ അഭ്യസ്ത വിദ്യരിൽ പോലും ഒരു വിഭാഗം ഉണ്ടാകുന്നില്ലേ? അവരിലേക്ക് യഥാർത്ഥ വിദ്യ എത്തുന്നില്ല. ആ വിദ്യ എത്തിക്കാനുള്ള ഗുരുവിൻ്റെ ശ്രമങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഇന്നും ഏറ്റവും വലിയ പ്രസക്തിയാണുള്ളത്. ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് പോലും നാം ഗുരുവിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് പറയണം. ഒരു കാലത്ത് ഇവിടെ ജനാധിപത്യമേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ജനാധിപത്യം കടന്നു വന്നപ്പോഴാകട്ടെ ചില പ്രത്യേക ജാതിക്കാർക്കും അതിസമ്പന്നർക്കും മാത്രമേ വോട്ടവകാശമുണ്ടായിരുന്നുള്ളൂ. ജാതിഭേദമില്ലാത്ത സോദരത്വം എന്ന ഗുരുചിന്ത പ്രകാശം പരത്തിയതോടെയാണ് കേരളം സാർവത്രികമായ പ്രായപൂർത്തി വോട്ടവകാശം എന്ന സങ്കല്പത്തെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് പ്രാപ്തമായത്. സംഘടന കൊണ്ട് ശക്തരാകണമെന്ന ഗുരുവിൻ്റെ ഉപദേശം പിൽക്കാലത്ത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ വേരോടാനുള്ള മണ്ണൊരുക്കം നടത്തുന്നതായിരുന്നു. പ്രധാന ദേവാലയം വിദ്യാലയമാവണം എന്ന ഗുരുവാക്യമാണ് വിദ്യാഭ്യാസത്തിലേക്ക്, അത് അതുവരെ നിഷേധിക്കപ്പെട്ടിരുന്ന വലിയൊരു സമൂഹത്തെ അടുപ്പിച്ചത്. വിദ്യാഭ്യാസവൽക്കരണം മുതൽ വ്യവസായവൽക്കരണം വരെയുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചോദിപ്പിച്ചു. ഇങ്ങനെ മനുഷ്യത്വഹീനമായ ഒരു ജീർണാവസ്ഥയിൽ നിന്ന് കേരളത്തെ പുരോഗമനോന്മുഖമായ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിൽ ഗുരു വഹിച്ച പങ്ക് ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ്. അത് മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ആവർത്തിച്ചുറപ്പിക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക ജാതി, പ്രത്യേക മതം എന്നല്ല ഗുരു ഉദ്ദേശിച്ചത്. ജാതിക്കും മതത്തിനുമൊന്നുമല്ല, മനുഷ്യനും മനുഷ്യത്വത്തിനുമാണ് പ്രാധാന്യം എന്നാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരു പറയുമായിരുന്നില്ല. മതമേതായാലും എന്നതിനർത്ഥം ഒരു മതവുമില്ലെങ്കിലും എന്നുകൂടിയാണല്ലോ. മതത്തിനല്ല അവിടെ പ്രാധാന്യം. ജാതിക്കും മതത്തിനും അതീതമായ മാനവിക വീക്ഷണം, അതാണ് ഗുരു അർത്ഥമാക്കിയത്. ഗുരു സന്ദേശങ്ങളെ അവയുടെ യഥാർത്ഥ അർത്ഥത്തിൽ കാണാൻ നമുക്ക് കഴിയണം. അവ വികലമാക്കുന്നതിനെതിരായ ജാഗ്രത സമൂഹത്തിലുണ്ടാവണം. ചാതുർവർണ്ണയത്തിൻ്റെ തേർവാഴ്ചയിൽ ഞെരിഞ്ഞമർന്നു കിടന്ന അവസ്ഥയിൽ നിന്ന് ഒരു ജനതയെ മോചിപ്പിച്ച് മനുഷ്യത്വത്തിലേക്ക് ഉയർത്തുകയാണ് ഗുരു ചെയ്തത്. ഒരു സമുദായത്തിൽ മാത്രമല്ല, എല്ലാ സമുദായങ്ങളിലും അതിൻ്റെ അലയൊലികളുണ്ടായി. സമുദായ പരിഷ്കരണ ശ്രമങ്ങളുണ്ടായി. അതൊക്കെ പുതിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് ഉപകരിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ ചരിത്രപ്രസിദ്ധമായ നമുക്ക് ജാതിയില്ല എന്ന വിളംബരത്തിൻ്റെ 100ാം വാർഷികാചരണത്തിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി. ഞാനതിലേക്ക് വിശദമായി കടക്കുന്നില്ല. ഗുരുപ്രതിമ സ്വാഭാവികമായും സഞ്ചാരികളെയും സന്ദർശകരെയും കൂടിയ തോതിൽ ആകർഷിക്കും. 8 കിൻഡൽ ഭാരമുള്ള പ്രതിമയുടെ നിർമ്മാണം പ്രശസ്ത ശില്പിയായ ഉണ്ണി കാനായിയാണ് നിർവഹിച്ചത്. അദ്ദേഹത്തെ ഹാർദമായി അഭിനന്ദിക്കുന്നു. മഹാരഥന്മാരായ നവോത്ഥാന നായകരെയും ശ്രേഷ്ഠരായ ഗുരുവര്യന്മാരെയും ഇങ്ങനെ ആദരിക്കുമ്പോൾ സർക്കാർ ചെയ്യുന്നത് അവരെയും അവരുടെ വ്യക്തിത്വത്തെയും അവർ സമൂഹത്തിന് നൽകിയ സന്ദേശങ്ങളെയും വരും കാലത്തിനായി പരിചയപ്പെടുത്തുകയും പകർന്നു നൽകുകയും കൂടിയാണ്. ശ്രീനാരായണ തത്വങ്ങൾ സർക്കാർ തലത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒരുപോലെ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് സർക്കാർ നീങ്ങുന്നത് അറിയിക്കാൻ
എനിക്കേറെ അഭിമാനമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അരുവിപ്പുറം പ്രതിഷ്ഠയുടെയും ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെയും വഴിക്കുള്ള മുൻപോട്ട് പോകലാണ് സർക്കാർ നടപ്പാക്കിയ ക്ഷേത്ര ശ്രീകോവിൽ പ്രവേശം. ഒരു കാലത്ത് ക്ഷേത്രത്തിനടുത്തുകൂടി വഴി നടക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി ലഭിച്ചത് ചരിത്രപരമായ പ്രത്യേകതകളുള്ള കാര്യമാണ്. എന്നാൽ അപ്പോഴും ആ വിഭാഗത്തിന് ശ്രീകോവിൽ നിഷിദ്ധമായിരുന്നു. ആ ശ്രീകോവിലിൽ ആ സമുദായങ്ങളിൽപ്പെട്ട ശാന്തിക്കാർക്ക് കയറാമെന്നും പൂജ ചെയ്യാമെന്നുമുള്ള അവസ്ഥയുണ്ടാക്കിയത് ഈ സർക്കാരാണ്. ഈ ഒരു ദൃഷ്ടാന്തം മാത്രം മതി ഗുരു സന്ദേശങ്ങൾ സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്നതിൽ എത്ര പ്രതിജ്ഞാബദ്ധമാണ് ഈ സർക്കാർ എന്ന് വ്യക്തമാവാൻ. കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി ഉയർത്തിയെടുക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച നവോത്ഥാന നായകരെ ആദരിക്കുക എന്നത് വലിയൊരു സാംസ്കാരിക കടമയായാണ് ഈ സർക്കാർ കരുതുന്നത്. ആ നവോത്ഥാന നായക പരമ്പരയിലെ പ്രമുഖനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ പ്രതിമ ഇപ്പോൾ ഇവിടെ സ്ഥാപിതമായി. മറ്റൊരു പ്രമുഖ നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിനും തലസ്ഥാന നഗരിയിൽ സമുചിതമായ സ്മാരകം ഈ സർക്കാർ സ്ഥാപിക്കും എന്ന് സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമായി ഈ ഭൂമിയാകെയും ഈ കേരളം പ്രത്യേകിച്ചും മാറട്ടെ എന്ന ഗുരുദേവ ചിന്ത പങ്കുവെച്ചുകൊണ്ട് ഗുരുവിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.